സീമ ചോറിന് അരിയിടുകയാണ്. അപ്പോഴാണ് അവളുടെ രണ്ടാനമ്മ പാറു അങ്ങോട്ട് കലി തുള്ളി എത്തിയത്. കുളിമുറിയിലേക്ക് കുറച്ച് ചുടുവെള്ളം കൊണ്ടുവെക്കാൻ പറഞ്ഞില്ലേ ഞാൻ? അവർ ചോദിച്ചു. ദാ വെള്ളം ചൂടാകിയിട്ടുണ്ട്, ഞാനിപ്പോ കൊണ്ടുപോയി വെക്കാം, സീമ പറഞ്ഞു. പാറു കുളിക്കാൻ പോയ നേരത്ത് സീമ ഒരു സഞ്ചിയിൽ തൻ്റെ കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് അരിയും പൈസയും നിറച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടി ഒരു കാട്ടിലാണ് അവൾ എത്തിയത്. ഒരു മരച്ചുവട്ടിലിരുന്ന് അവൾ ക്ഷീണമകറ്റി. സ്വന്തം അമ്മയെ പറ്റി ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ ഏറെ നനഞ്ഞു. തനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് സ്നേഹനിധിയായ അമ്മയെ ദൈവം തമ്പുരാൻ വിളിച്ചത്. ഒരു ആക്സിഡന്റിൽ പെട്ടായിരുന്നു അമ്മയുടെ മരണം. തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ വേറെ ഒരമ്മയെ കൊണ്ടുവന്നത്. അച്ഛൻ്റെ മരണശേഷം ആ അമ്മ തന്നെ അവരുടെ അടിമയാക്കുകയായിരുന്നു. എല്ലാ ജോലിയും ചെയ്താലും വീണ്ടും അവരുടെ അടിയും കുത്തും ഏൽക്കണം. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തീരുമാനമെടുത്തതാണ് എത്രയും പെട്ടെന്ന് വീട് വിട്ടു പോകണമെന്ന്. കാടാണെങ്കിലും ആ അമ്മയുടെ മർദ്ദനമേറ്റ് കഴിയുന്നതിനേക്കാൾ നല്ലത് ഇവിടമാണ്. പെട്ടെന്ന് തന്നെ ആരോ തലോടുന്നത് പോലെ അവർക്ക് തോന്നി. നോക്കിയപ്പോഴതാ മഞ്ഞുപോലെ വെളുത്തു നീണ്ട താടിയുള്ള ഒരു അപ്പൂപ്പൻ. എന്താ മോളെ, എന്താ നിനക്കൊരു വിഷമം? അപ്പൂപ്പൻ ചോദിച്ചു. സീമ വള്ളി പുള്ളി വിടാതെ തൻ്റെ ചരിത്രം മുഴുവൻ അപ്പൂപ്പനെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൂപ്പൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ ഒരു ചെറിയ വീട് വെക്കുക, എന്നിട്ട് ഇവിടെ കഴിഞ്ഞോളൂ. അധികം വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത കാടാണിത്. എന്നിട്ട് അപ്പൂപ്പൻ സീമക്ക് ഒരു വിത്ത് നൽകിക്കൊണ്ട് തുടർന്നു. ദാ, ഈ വിത്ത് നിന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിടുക, ഇത് നിനക്ക് നല്ലത് വരുത്തും. ഇത്രയും പറഞ്ഞ് അപ്പൂപ്പൻ യാത്രയായി. സീമ ഓല മേഞ്ഞ് ഒരു ചെറിയ വീടുണ്ടാക്കി വീട്ടുമുറ്റത്ത് ആ വിത്ത് കുഴിച്ചിട്ടു. പിറ്റേന്ന് നോക്കിയപ്പോൾ അതിന് മുള വന്നു. അതിനടുത്ത ദിവസം അത് ചെടിയായി. അതിൻ്റെ പിറ്റേന്ന് മരമായി. അടുത്ത ദിവസം അതിന്മേൽ പൂവ് വന്നു. അടുത്ത ദിവസം അത് കായ്ച്ചു. നല്ല ഭംഗിയുള്ള പഴങ്ങൾ, നല്ല മധുരം. ഒരു ദിവസം സീമ മരത്തിനടുത്ത് വന്ന് നോക്കിയപ്പോൾ ഒരാൾ തൻ്റെ മരത്തിലെ പഴത്തിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടു. അയാളുടെ കൈ പഴത്തിൽ ഒട്ടിപ്പോയതാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി. എന്താണ് സംഭവിച്ചത്? അവൾ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അടുത്ത രാജ്യത്തെ രാജാവാണ്. നായാട്ടിന് വന്നപ്പോൾ കൂട്ടം തെറ്റിപ്പോയി. ഈ മരത്തിൽ നിന്നും പഴം പറിക്കാൻ നോക്കിയപ്പോൾ കൈ പഴത്തിൽ ഒട്ടിപ്പിടിച്ചു. സീമ അത്ഭുതപ്പെട്ടു പോയി. പഴത്തിൽ ഒട്ടിപ്പിടിക്കുകയോ? അവൾ രാജാവിൻ്റെ കൈ വലിച്ചു. അപ്പോൾ കൈ പഴത്തിൽ നിന്നും അകറ്റാൻ കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവൾ ആ പഴം തൊട്ടു, ഒട്ടിയില്ല. അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. താനല്ലാതെ ആർക്കെങ്കിലും ഈ മരത്തിലോ പഴത്തിലോ തൊട്ടാൽ അതിൽ ഒട്ടിപ്പോകും. അത്ഭുതം തന്നെ. രാജാവ് സീമയുടെ കഥകളെല്ലാം ചോദിച്ചറിഞ്ഞു. സീമ രാജാവിന് വിശപ്പടക്കാൻ വേണ്ടത് നൽകി. രാജാവിന് സീമയെ വലിയ ഇഷ്ടമായി. അവളോട് പറഞ്ഞു, മോളെ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ എൻ്റെ കുടുംബത്തിലെ ഒരംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നേക്കാൾ വലിയ ഒരു മകനുണ്ടെനിക്ക്. നിങ്ങളുടെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ രാജാവിനൊപ്പം പോകുമ്പോൾ സീമയും കൊട്ടാരത്തിലേക്ക് പോയി. ഇതിനെല്ലാം കാരണക്കാരനായ ആ മരത്തെ സീമ ഒന്ന് തിരിഞ്ഞു നോക്കി. അത്ഭുതം, അത് അപ്പോഴേക്കും അപ്രത്യക്ഷമായിരിക്കുന്നു.